പിതൃതർപ്പണം. കർക്കിടക മാസമാണല്ലോ. കർക്കിടക മാസവും വാവുബലിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. പുരാണ സംബന്ധമായ പ്രപഞ്ച വിന്യാസം അതിന് അറിഞ്ഞിരിക്കണം. പ്രപഞ്ചത്തിലെ പാതാളം മുതൽ സത്യലോകം വരെ 14 ലോകങ്ങളിൽ മധ്യഭാഗത്ത് ഭൂമിയും, ഭൂമിക്ക് നേർ മുകളിലെ ഭുവർലോകം, അതിനു മുകളിൽ സ്വർഗലോകം എന്നിങ്ങനെയാകുന്നു. ഭുവർലോകം പിതൃക്കളുടെ ലോകമാകുന്നു, സ്വർഗം ദേവന്മാരുടെയും. പഞ്ചഭൂതങ്ങളിൽ ഭൂമി ഏറ്റവും സ്ഥൂലമാണ്. ഇവിടെ സ്ഥൂല രൂപത്തിലുള്ള ആഹാരമാണ് കഴിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പാകപ്പെടുത്തുന്ന ആഹാരം കഴിച്ച് തൃപ്തിപ്പെടേണ്ടി വരുന്നു. എന്നാൽ ശരീരത്തിനുള്ളിൽ സൂക്ഷ്മ ശരീരമുണ്ട്. ഇത് പ്രാണമയമാണ്. ശരീരം വിടുന്ന ജീവൻ പ്രാണ മാത്രമായി സ്ഥൂലദേഹമില്ലാത്തവനായി പിതൃലോകത്ത് വസിക്കുന്നു. ഭൂമിക്ക് മുകളിലുള്ള ലോകമാണല്ലോ പിതൃലോകമായ ഭുവർലോകം. അത് ഭൂമിക്ക് മുകളിൽ സങ്കല്പിക്കപ്പെടുന്ന ജലതത്വമാകുന്നു. പ്രാണനും ജലതത്വവും തന്നെയാണ്. അതിനാൽ പിതൃക്കൾക്ക് ജലത്തിലൂടെയേ ഭക്ഷണം കഴിക്കാനാകൂ. ആ സങ്കല്പത്തിലാണ് കർക്കിടക നാളിൽ കറുത്ത വാവിന് ജലത്തിൽ പിതൃതർപ്പണം നടത്താറുള്ളത്. ദക്ഷിണയാനം പിതൃക്കൾക്കും ഉത്തരയാനം ദേവന്മാർക്കുമുള്ളതാണെന്നാണ് ശാസ്ത്രം. ജാനുവരി 14 മുതൽ 6 മാസം ഉത്തരയാനവും ശേഷം ദക്ഷിണയാനവുമാണ്. ദക്ഷിണയാനത്തിൽ മരിക്കുന്നവരാണ് പിതൃലോകത്തേക്ക് പോകുന്നത്. ഇതിൻ്റെ ആരംഭമാണ് കർക്കിടക മാസം. ഇതിൻ്റെ കറുത്ത പക്ഷത്തിൽ പിതൃക്കൾ ഉണരുന്നു. ഭൂമിയിലെ ഒരു മാസം അവർക്ക് ഒരു ദിവസമാകുന്നു. ഇങ്ങനെ 12 മാസം 12 ദിവസം. 12 ദിവസത്തിലൊരിക്കൽ ഭൂമിയിൽ ജീവിച്ചിരുന്ന അവരുടെ ബന്ധുജനങ്ങൾ പിതൃക്കൾക്ക് അന്നം എത്തിച്ചു കൊടുക്കണം. ശ്രാദ്ധം മുടങ്ങിയാൽ ശ്രാദ്ധം ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ല. പിറന്നാൾ, ഏകാദശി, മുപ്പട്ട് വെള്ളിയാഴ്ച, ഒരു കാരണവശാലും അത്താഴം മുടങ്ങരുതാത്ത ദിവസമാണ് ഈ പറഞ്ഞ എല്ലാം. എന്നീ ദിവസങ്ങളിൽ പോലും ശ്രാദ്ധം അനുഷ്ഠിക്കണം. ശ്രാദ്ധ ദിവസം പുല വരികയാണെങ്കിൽ പുലയുള്ളവർ ശ്രാദ്ധമൂട്ടാൻ പാടില്ലാത്തതിനാൽ പുല വിടുന്ന ദിവസം ശ്രാദ്ധമൂട്ടാവുന്നതാണ്. ചിലർ അടുത്ത അമാവാസി ദിവസമാണ് ശ്രാദ്ധമൂട്ടാൻ തിരഞ്ഞെടുക്കാറ്. പുല പോലെ തന്നെയാണ് സ്ത്രീകൾക്ക് ആർത്തവകാലത്ത് ശ്രാദ്ധമൂട്ടാൻ പാടില്ല. അവർക്ക് പുലയിലെ ചിട്ട തന്നെയാണ്. പിതൃക്കളുടെ ഓർമ്മ ഉണർത്തുന്ന പക്ഷികളാണ് ബലിക്കാക്കകൾ. കാക്ക തുടങ്ങിയ പക്ഷികളുടെ രൂപത്തിൽ പിതൃക്കൾ ബലിച്ചോറുണ്ണാൻ വന്നേക്കാമെന്ന്, അതിൽ പിണ്ടം ഭക്ഷിക്കാനെത്തുന്ന പക്ഷിയെ ഓടിക്കരുതെന്നും ഉശന സ്മൃതിയിൽ പറയുന്നു. കാക്കകൾ ഉച്ഛിഷ്ടപിണ്ടം ഭക്ഷിക്കുമ്പോൾ പിതൃക്കൾക്ക് തൃപ്തി വരുമെന്ന് ഉത്തര രാമായണത്തിലും സൂചനയുണ്ട്.